നോക്കടാ. അടുത്ത ഒരു പറയുന്നത് എന്താണ്? ആഫ്റ്റർ 5 ഇയേഴ്സ്. ഇപ്പോൾ 2024 2024 5 വർഷം കൂട്ടുക. ആഫ്റ്റർ 5 ഇയേഴ്സ് കേട്ടോ. അപ്പോൾ എംആറിൻ്റെ ഏജ് മക്കളെ 2024 അപ്പോൾ എത്രയാണ്? എക്സ്. ഇനി 5 വർഷം കൂടി കൂട്ടുക. അപ്പോൾ ഇവിടെ എന്ത് കിട്ടുമടാ? എക്സിന്ന് +5 അല്ലേ? അപ്പോൾ എസ് എല്ലിൻ്റെ ഏജ് അപ്പോൾ എപ്പോഴും എന്താണ്? y+5. കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ പറയുകയാണ്, എന്നിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെടാ ഈ ഒരു 2024 5 വർഷം കൂട്ടി 2029 വരും. ഓക്കെ, ആ 2029 ആയപ്പോൾ എംആറിൻ്റെ ഏജടാ 2 മടങ്ങ് ഏജിന് ഈക്വലാണ് എസ് എല്ലിൻ്റെ ഏജിനെ 2 ഇരട്ടിയാക്കിയാൽ നമുക്ക് ഏജ് കിട്ടും, എംആറിൻ്റെ ഏജ് കിട്ടും. അപ്പോൾ എംആറിൻ്റെ ഏജ് ഇപ്പോൾ നിലവിൽ എത്ര? x+5 = 2 ഇൻറ്റു എസ് എല്ലിൻ്റെ ഏജ് എത്രടാ? y+5. കത്തിയോ പോയിന്റ് മനസ്സിലായോ മക്കളെ? അപ്പോൾ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്ന് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ എടാ വാ. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? x-5 = 4 ഇൻറ്റു y-5. ഇക്വേഷൻ നമ്പർ 1. x+5 = 2 ഇൻറ്റു y+5 ഇക്വേഷൻ നമ്പർ നമുക്ക് കിട്ടി. എന്നിട്ട് ഞാൻ പറയുകയാണെന്ത്? x-5 = 4 ഇൻറ്റു y എത്രടാ? 4y മൈനസ് 4 ഇൻറ്റു 5 എത്ര? 20. ഇക്വേഷൻ നമ്പർ 1 കിട്ടി. അങ്ങനെ അതിൻ്റെ ബ്രാക്കറ്റ് ഇതാക്കി തുറന്നു. അടുത്ത് നോക്ക്, x+5 = 2 ഇൻറ്റു y എത്രടാ? 2y പ്ലസ് 2 ഇൻറ്റു 5 എത്രടാ? 10. ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു. ഇച്ചൊരു ആഗ്രഹം നോക്കി, ഈ -5 ഇല്ലേ, ഈ -5 ഞാൻ അങ്ങോട്ട് തട്ടിയടാ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? x = 4y - 20. ഈ -5 അപ്പുറത്ത് പോയി എന്താടാ? +5. ഇക്വേഷൻ നമ്പർ 1 തന്നെ. ഓക്കെ, ഒന്ന് മോഡിഫൈ ചെയ്തു. അപ്പോൾ മക്കളെ നമുക്ക് എന്ത് കിട്ടും? x = 4y - -20 + 5 എത്ര? -15. ഓക്കെ, -15 കിട്ടി. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 തന്നെ ഇതിനും കൊടുത്തു. ഞാൻ മാറ്റി മക്കളെ, ഇക്വേഷൻ നമ്പർ 2 മാറ്റി. ഈ +5 അപ്പുറത്ത് പോയി എന്താടാ? പറയടാ, ഈ +5 അപ്പുറത്ത് പോയി എന്താണ്? -5. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 മാറ്റാൻ പോകാം കേട്ടോ. ഇവനെ മാറ്റാൻ പോവാണ്. x = 2y + 10. ഈ +5 അപ്പുറത്ത് പോയി എന്താണ്? -5. അപ്പോൾ x = 2y പ്ലസ് -5 എത്ര? 5. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 2 എന്ന് കിട്ടി. അപ്പം പുതിയ നമ്മളെന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അത് ഫുള്ള് ബ്രാക്കറ്റ് അങ്ങോട്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ നമുക്ക് മക്കളെ ഇക്വേഷൻ നമ്പർ 2 കിട്ടി. ഇതിന് നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 1, പുതിയ ഇക്വേഷൻ നമ്പർ 1 കിട്ടി. എന്നിട്ട് ഞാൻ ഇതിന് രണ്ടാളും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. അപ്പം മക്കളെ നോക്കടാ, x + 2y ഫസ്റ്റ് ഇതിനെടുത്തു കേട്ടോ. ഫസ്റ്റ് വേണ്ട, നമ്മൾ മേലത്തിന് എടുത്തു. ഇക്വേഷൻ നമ്പർ 1 എടുത്തു. അത് എഴുതാൻ പറ്റും. x + ഇവിടെ ആരാണ്? 4y - 15. ഇക്വേഷൻ നമ്പർ ആരാണ്? 1 ആണ്. ഓക്കെ, ഇനി x പ്ലസ് സോറി ഇവിടെ ഇത്ര അടക്ക് നോക്കടാ. ഞാൻ പറഞ്ഞതാ. നമ്മളെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് x = 4y - 15 = ഇക്വേഷൻ നമ്പർ 1. ഇനി അവിടുത്തെ x = 2y + 5 ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, എന്നിട്ട് ഞാൻ രണ്ടിനിട മൈനസ് ചെയ്തു. 2 ഇക്വേഷൻ എന്ത് കാട്ടടാ? ഞാൻ മൈനസ് ചെയ്തു. അപ്പോൾ മക്കളെ ഇങ്ങോട്ട് നോക്കടാ, മൈനസ് ചെയ്ത് x - x എത്രയാണ്? 0. അപ്പോൾ 0 = നോക്ക്, 0 = 4y - 2y എത്രടാ? 4y - 2y എത്ര? 2y. ഓക്കെ, ഇനി നോക്കടാ, -15 +5 നോക്കടാ. -15 പിന്നെ ആരാണ്? -15 പിന്നെ ഇവിടെ ആരാണ്? മൈനസ് ഉണ്ട്. പിന്നെ ഇവിടെ ആരാണ്? +5 കേട്ടോ. +5. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും? -15 - 5. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമടാ? നമ്മൾ എന്ത് കാണണം? പ്ലസ് ചെയ്യണം. പ്ലസ് ചെയ്തിട്ട് സൈൻ എന്തെടുക്കണം? നെഗറ്റീവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ -20 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുമടാ? 2y -